ശ്രീ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയെയും ഞാൻ ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചിരുന്നു. ഉപമുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പ്രതികൂലമായ കാലാവസ്ഥയും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, പിന്നെ എല്ലാ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാസീനതയല്ല. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ് ദൗത്യം. അപ്പോൾ അവരെ കൊണ്ട് അവരുടെ പരമാവധി ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ നിരന്തരമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് പാസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഏജൻസികൾ അങ്ങോട്ട് വിടണം എന്ന രീതിയിൽ അല്ല, കേരളത്തിൽ നിന്ന് അവർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആരും പോയിട്ടുണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമല്ലേ, അവരും അത് അവരുടെ ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരത് വളരെ ഗൗരവത്തോടു കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾ 3 ദിവസമായിട്ട് ഇങ്ങനെ അവരുടെ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അവരുടെ ഒരു വിഷമം, ബുദ്ധിമുട്ട്, ഉത്കണ്ഠയും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അത്രയും ലാത്വിയയിൽ മറ്റൊരു മലയാളി തടാകത്തിൽ വെള്ളത്തിൽപ്പെട്ടൊരു അപകടം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ, അതിൻ്റെ വിവരവും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപകടങ്ങളല്ലേ. ഇല്ലില്ല, അങ്ങനത്തെ സംസ്ഥാനത്തിന് അതിൻ്റെ അകത്ത് പരിമിതികളുണ്ടല്ലോ. തൊട്ടയൽ സംസ്ഥാനമാണ്, എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷത്ത് ഞങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്, ഗവൺമെൻറ്റിൽ നിന്നും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് ആള് ഭൂമിയുടെ അടിയിൽ കിടക്കല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു നിസ്സഹായാവസ്ഥയും കൂടി ഇല്ലേ അതിൻ്റെ അകത്ത്. പിന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലൊന്നും ഇതാണ് തടസ്സം ഉണ്ടായിരുന്നത്. ഭയങ്കര കനത്ത മഴയായിരുന്നു ഇന്നലെ പോലും. ഞാൻ അദ്ദേഹത്തെ ഇന്നലെ രാവിലെ വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും കനത്ത മഴയാണ് അവിടെ. അപ്പോൾ അദ്ദേഹം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ സോളാർ സമയത്ത് വേണ്ട തരത്തിലുള്ള ആശ്വാസം പാർട്ടിക്ക് കിട്ടിയില്ല, അറിയാമോ?